ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോഴിമുട്ട വെച്ചൊരു പീരയാണ്. അതായത് മീൻ വെച്ച് ചെയ്യുന്നതിനേക്കാൾ നല്ല സൂപ്പർ രുചിയിൽ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. അതിനായിട്ട് ഞാൻ ഒരു 4 കോഴിമുട്ട പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളിയുണ്ട്, ഒരു 15ഓളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു അരമുറി നാളികേരം ചിരവിയത്, അതായത് ചെറിയൊരു അരമുറിയാണ്, വലിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തത്, 4 പച്ചമുളക്, പിന്നെ ഒരു 7 വെള്ളുള്ളി അല്ലി. ഇത്രയാണ് ഇപ്പോൾ നമ്മൾക്ക് അതിലേക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ആ നാളികേരം ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ 4 പച്ചമുളകിൽ 2 എണ്ണം ഇപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം, 2 സ്പൂൺ വെള്ളം ഒഴിച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകരുത്. അപ്പോൾ ഇതേപോലെയാണ് എടുത്തിരിക്കുന്നത്. ഇനി 4 കോഴിമുട്ട ഞാൻ തോല് കളഞ്ഞ് വൃത്തിയാക്കി ഒരെണ്ണം 4 പീസാക്കി മൊത്തം 16 പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചുവന്നുള്ളി ഇതേപോലെ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു, തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. 1.25 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. എണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു 1/4 സ്പൂൺ ഉലുവ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക, നല്ലൊരു രുചിയായിരിക്കും. ഉലുവ ഒന്ന് ചുവന്ന് വരുന്ന സമയത്ത് ചതച്ച് വെച്ച ചുവന്നുള്ളി, പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെള്ളുള്ളി, ഇഞ്ചി, പിന്നെ 2 പച്ചമുളക് കീറിയതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ മുട്ട വെച്ച് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ട് കഴിക്കും. ഇനി അതിലേക്ക് വേണ്ടുന്ന മസാലയ്ക്ക് ആവശ്യമായ പൊടിയുപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തു. അതുകൂടി ചേർത്ത് ഞാൻ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടാവുന്ന സമയത്ത് നമ്മൾ തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇടുക, ഒരു 1/2 സ്പൂൺ അളവിൽ മുളക് പൊടി, അത്രയ്ക്ക് തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒരു 1/2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഒരു 3 സ്പൂൺ പുളിവെള്ളം കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടിക്കുള്ള പുളിവെള്ളം തന്നെയാണ്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്, നല്ല രുചി ഉണ്ടാവും. മീൻ പീരയേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലപോലെ കഴിക്കാനും പറ്റും. പുളിവെള്ളമെല്ലാം വറ്റി സെറ്റായി വരുന്ന സമയത്ത് ഇപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം മാത്രം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരപ്പ് ഞാൻ വേറെ ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒഴിച്ച് അതൊന്ന് ശരിക്കൊന്ന് വെന്ത് വറ്റി വരാനാവുന്ന സമയത്ത് നമ്മൾ കയ്യിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ ഒന്ന് നല്ലതുപോലെ ഒന്ന് തിക്കായി വരും. അപ്പോൾ ഒന്നുകൂടി നമ്മളൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ശരിക്കൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അല്പം കൂടി നമ്മൾ അതിലേക്ക് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച കോഴിമുട്ട പീസും അതിലേക്ക് ചേർത്ത് കൊടുത്ത് പതിയെ ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സംഭവമാണ്. കോഴിമുട്ട വെച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. ആ മസാലയ്ക്ക് അതൊന്ന് ചേർന്ന് പിടിച്ചു. 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കി. നല്ല സൂപ്പറായിട്ടുള്ള നല്ല മണവും നല്ല രുചിയാണ്. ആ മുട്ടയുടെ മഞ്ഞക്കരുവൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞ മസാലയിൽ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പുറമെ ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്തു, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അവസാനമായിട്ട് നമ്മൾ അതിലേക്ക് അല്പം ഒരു 3/4 സ്പൂണ് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്ത് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അടിപൊളി മുട്ടപ്പീര അത് അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ മസാലയ്ക്ക് തന്നെ നല്ല ടേസ്റ്റാണ്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾക്ക് ഒന്ന് സെർവ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ മസാല മാത്രം മതി ചോറിനാനായിട്ട്. ഞാനിപ്പോൾ അത് വേറൊരു പ്ലേറ്റിലേക്ക് പകർത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നല്ല വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പോൾ ഞാനത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അടിപൊളി സംഭവമല്ലേ. ചോറിൻ്റെ കൂടെ പുരട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.